ഹലോ ഡിയേഴ്സ്. അപ്പം ഒരുപാട് പേര് അതിനകത്ത് ചോദിക്കുന്ന കാര്യമാണ് +1 റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടുമോ, കൂടുമെങ്കിൽ എത്ര വരെ കൂടും, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് എപ്പോഴായിരിക്കും വരിക എന്നീ കാര്യങ്ങളൊക്കെ. സോ അതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതോടുകൂടി ലഭിക്കും. മാത്രമല്ല അതിനകത്ത് പുതുതായി നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡപടലം പൊട്ടി വന്നവരെ പോലും ഓൾറെഡി നമ്മുടെ വ്യൂവേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഇക്കാര്യങ്ങൾ അറിയുന്നവരായിരിക്കും. അപ്പൊ പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫീൽഡിൽ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അഡപടലം പൊട്ടി വന്നവരെ പോലും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ +1 ഇംപ്രൂവ്മെന്റിന് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ +2 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല മാർക്ക് കുറവായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ചിലർക്ക് ഒരു സബ്ജക്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം പഠിച്ചാലും എന്തുണ്ട്, അതിനകത്ത് സമയമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അതിനകത്ത് മാർക്ക് പ്രതീക്ഷിക്കുന്നില്ല, ഇപ്പൊ ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് കുറവാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതാണ് നല്ലത്. അതിപ്പം എത്ര സബ്ജക്ട് ആണെങ്കിലും. പക്ഷെ എസ്പെഷ്യലി 3 സബ്ജക്ട് ഒക്കെ ഫെയിൽ ആയവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് റിസൾട്ട് വന്നാൽ പിന്നെ ജസ്റ്റ് ഒരു മാസം എങ്ങാണ്ട് ഒരു കഷ്ടി ഒരു മാസം അല്ലെങ്കിൽ 25 ദിവസം, ആ ഒരു 3 ആഴ്ച 4 ആഴ്ച ആ ഒരു സമയമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനിടക്ക് 3 സബ്ജക്ട് കൂടി പഠിക്കുക എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിനും 10 ദിവസം വെച്ചെങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതിനിടക്ക് ഇതെല്ലാം കൂടി പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പം നിങ്ങൾക്ക് 3-4 സബ്ജക്റ്റുകളൊക്കെ മാർക്ക് കുറവാണ് എന്ന് തോന്നലുണ്ടവർക്ക് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് ഈ എക്സാം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 മാസം, അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് പിന്നെ ഒരു മാസത്തിനുള്ളിൽ വരും. ഇപ്പം നോക്കുമ്പോൾ ഒരു 1.5 മാസത്തിനടുത്ത് സമയമുണ്ട്, കാരണം റിസൾട്ട് വരാൻ ഇനിയും സമയമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് റിസൾട്ട് വന്നിട്ട് എക്സാം നിങ്ങൾ എഴുതി പാസ്സായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 1 ഇയർ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പം ഒരുപാട് പേര് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളെ കുറിച്ച് എക്സാമിന് സമയത്ത് തന്നെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയി ഒരുപാട് പേര് നല്ല റിസൾട്ട് കിട്ടി. പക്ഷേ യൂട്യൂബിൽ വീഡിയോസ് പലർക്കും എത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ, കാരണം യൂട്യൂബ് കുറഞ്ഞ ഓരോ വീഡിയോസും ഇങ്ങനെ ആളുകളിലോട്ട് എത്തി വരുമ്പോഴേക്കും പലരും എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ കുറിച്ച് അറിഞ്ഞവരുണ്ട്. ആ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയവർ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആവാതെ, അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ 1 ഇയർ പിന്നെ അടുത്ത വർഷം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എക്സാമിൽ ഇത്തവണ ക്ലിയർ ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ആവുന്നതാണ് നല്ലത്. കാരണം നിങ്ങളുടെ ലെവൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ മാർക്ക് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാലാണ്, അതായത് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കി പ്രത്യേക രീതിയിൽ പഠിപ്പിച്ചാലാണ് റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കുക. കാരണം 6 മാർക്കുമായിട്ട് പൊട്ടി ഫെയിൽ ആയി വന്നവരെ നോക്കൂ നിങ്ങൾ. ബാച്ചിൽ 32 മാർക്കാണ്. അപ്പൊ +1 4 മാർക്കാണെങ്കിലും പാസ്സായില്ലേ. അതുപോലെ മറ്റൊരു കേസ് ഞാൻ കാണിച്ചു തരാം. അവർക്ക് നോക്കൂ നിങ്ങൾ, ഈ ഒരു കേസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിനകത്ത് മനസ്സിലാകും. ഈ ഒരു കേസ് ഇത് ഇവര് 9.31, അതായത് +2 ഇവർക്ക് 9 മാർക്കായിരുന്നു. കെമിസ്ട്രിയുടെ മാർക്കാണ് ഞാൻ പറയുന്നത്. ഫിസിക്സും ഇവർ ഫെയിൽ ആയിരുന്നു, പക്ഷെ കെമിസ്ട്രിയുടെ മാർക്ക് ഞാൻ പറയാം, 9 മാർക്കായിരുന്നു ഇവർക്ക്. അത് +1 ഇതാ ഇവിടെ കാണാം, +1 15 +2 9. അങ്ങനെ അഡപടലം പൊട്ടി വന്നു. പക്ഷെ +2 മാത്രം പിന്നെ നമ്മുടെ ബാച്ചിൽ അവർക്ക് +2 മാത്രം അതിനകത്ത് എഴുതിയപ്പോൾ കെമിസ്ട്രിയിൽ 31 കിട്ടി. ഫിസിക്സും അതിനകത്ത് നല്ല മാർക്കിലോട്ട് എത്താൻ സാധിച്ചു. അങ്ങനെ 2 സബ്ജക്റ്റും പാസ്സായി. ഇന്നിപ്പം പലരും പല ഫീൽഡുകളിൽ അതിനകത്ത് വർക്ക് ചെയ്തു. ചിലർ ഓയിൽ ആൻഡ് ഗ്യാസ്, അല്ലെങ്കിൽ അതുപോലെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡുകൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. ഈ ഒരു ഇപ്പം പേടിക്കേണ്ട, നിങ്ങൾ മാർക്ക് എത്ര കുറവാണെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ട്, അതിൽ ക്ലിയർ ചെയ്ത് പോവുക. അല്ലെങ്കിൽ പിന്നെ 1 ഇയർ അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, മനസ്സിലാക്കുക. അതിനകത്ത് എക്സാം ഒക്കെ ഇപ്പം പല രീതിയിൽ ടഫ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു തവണ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റായി. പിന്നെ ഈ ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. 16 മാർക്കുമായിട്ട് +1 ഫെയിലായി, +2 വന്നപ്പം ജസ്റ്റ് 18, അപ്പോൾ 2 മാർക്കിന് ഫെയിലായി. അങ്ങനെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. +2 മാത്രം, അത് തന്നെ +2 ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫാണല്ലോ, അതിൽ മാത്രം കണ്ടോ 39 മാർക്ക്, 40 മാർക്കിന് അറൗണ്ട് കിട്ടി. കെമിസ്ട്രിയും അവർ ഫെയിലായിരുന്നു, കെമിസ്ട്രിയും പാസ്സായി. അപ്പൊ ഇങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ ഇപ്പൊ ഓരോ കേസായിട്ട് ഇങ്ങനെ പറയുന്നില്ല, അതൊക്കെ കാണിക്കാം. 14 മാർക്കുമായിട്ട് +2 ഫെയിലായി, 32 മാർക്കിലോട്ട് എത്തി. 17, 30 ആയ കേസുകൾ 6 മാർക്കുമായിട്ട് അട്ടപ്പടലം പൊട്ടി വന്നിട്ട് 27 മാർക്കിലോട്ട്. ഇവരാണ് ഇതിനകത്ത് ഇപ്പം ഞാൻ ഓർക്കുന്നത്, ഇവർ മർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് ചെയ്യണം സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തന്നെ പറഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയതായിരുന്നു. പിന്നെ ഈ ഒരു കേസ് നിങ്ങൾക്ക് കാണാം, 29 TE, ടോട്ടലി 75ലോട്ടൊക്കെ എത്താൻ സാധിച്ചു. B ഗ്രേഡിലോട്ട് ഇവർ ഫെയിൽ ആയവരാണ്, നോക്കണം. കെമിസ്ട്രി ഫെയിൽ ആയിട്ട് പിന്നെ B ഗ്രേഡിലോട്ട് നമ്മുടെ ബാച്ചിൽ റിസൾട്ടുകളാണ് ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ. ഇതുപോലെ 10-28ലോട്ട് 5-24 ഇവർ റിസൾട്ട് വന്നപ്പോൾ നമ്മളെ വിളിച്ചു പറഞ്ഞു, സാറേ ഇവർ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് കാണാൻ കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ പിന്നെ ലേറ്റ് ആയിട്ടാണ് ബാച്ചിൽ ജോയിൻ ആയത്. എന്നാൽ പോലും 24ലോട്ട് എത്താൻ സാധിച്ചു. അപ്പൊ ഇവര് മദർ വിളിച്ച് പറഞ്ഞതേ, റിസൾട്ട് വന്ന ദിവസം കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയിരുന്നെങ്കിൽ അധികം മാർക്ക് കിട്ടിയേനെ എന്നുള്ള രീതിയിൽ. ഈ ഒരു കേസ് നിങ്ങൾക്ക് അഡപടലം പൊട്ടിയ കേസാണ്. ഇതിനകത്ത് ഈ ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവര് ഫിസിക്സ് ഒക്കെ അതിനകത്ത് കോഡാക്കിയിട്ടും ട്രിക്കാക്കിയിട്ടും ഒക്കെ നമ്മൾ പഠിപ്പിച്ചത്. 8 മാർക്കാണ് +1 ഫിസിക്സിൽ.
പിന്നെ പ്ലസ് ടുവിൽ 5 or 7 അങ്ങാണ്ട് അവനിപ്പോ ഓർക്കുന്നില്ല മാർക്ക്, അത് ഫെയിലായ മാർക്കാണല്ലോ. അങ്ങനെ അണ്ടപടലം പൊട്ടി. അപ്പൊ ഇനിയിപ്പോ എന്ത് വേണം? സേ ബാച്ചിൽ ജോയിൻ ആയി. സേ ബാച്ചിൽ പ്ലസ് ടു 18 മാർക്ക് വേണം. മാത്രമല്ല പ്ലസ് 1 8 ഉള്ളൂ, 10 മാർക്ക് കുറവാണ്, അതും എടുക്കണം. 28 എടുക്കണമായിരുന്നു. ആ 28 കിട്ടിയവനെ. അതുപോലെ കെമിസ്ട്രി 29, കൂടുതൽ മാർക്ക് കിട്ടി കെമിസ്ട്രി. അപ്പൊ ഇങ്ങനെ ഒരുപാട് കേസുകൾ അതിനകത്തെ. അപ്പൊ അതാണ് പറഞ്ഞത്, നിങ്ങൾ പേടിക്കണം. ഇത് നമ്മുടെ ബാച്ചിൽ ഞാൻ ഇപ്പൊ കാണിക്കുന്നതൊക്കെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നിൽക്കുന്ന കേസുകളാണ്. ഈ ഒരു പയ്യൻ, ഇത് നമ്മുടെ ബാച്ചിലെ റിസൾട്ട് ആണ്, ഇത് ഫെയിലായ റിസൾട്ട് ഒന്നുമില്ല. അതായത് SSLC-യിൽ 3 or 4 A+, അതായത് ഒരു 4 A+ എന്നൊക്കെ പറഞ്ഞാൽ മിനിമം A+ അല്ലേ. അങ്ങനെയുള്ള ഒരു പയ്യന് പോലും നമ്മുടെ ബാച്ചിൽ കണ്ടോ ഫിസിക്സിൽ റിവാലുവേഷൻ കൊടുത്ത് A+ ആയി, കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജി അറൗണ്ട് ഫുൾ മാർക്ക്. ഇത് ഇവര് എന്നിട്ട് SLC-ക്ക് മിനിമം A+ ആയതുകൊണ്ട് തന്നെ VHSC-യിലാണ് ഇവർ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്സ് അവർക്ക് ഉണ്ടായിരുന്നില്ല. മാത്സ് പിന്നെ എക്സ്ട്രാ അവർ നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയി, സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, ജസ്റ്റ് സൈഡ് ആയിട്ട് സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചതാണ്. ഇനി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് എന്നിട്ട് അങ്ങനെ സീരിയസ്നെസ് കൊടുക്കാതെ പഠിച്ചിട്ട് മാത്സ് വരെ അതിന് കണ്ടോ 45. ഇപ്പൊ മാത്സും സീരിയസ്നെസ് കൊടുത്ത് പഠിച്ചിരുന്നെങ്കിൽ ഈ സ്കോറിൽ എത്തിയാൽ. അപ്പൊ ഇതാണ് അതിനകത്ത് ഞാൻ പറഞ്ഞത്, SLC-യിലൊക്കെ മിനിമം A+ ഉള്ളവർക്ക് പോലും നമ്മുടെ ബാച്ചിൽ എന്താണ് അവരുടെ സ്ട്രീമുകളിൽ അവർ സീരിയസ് ആയി പഠിച്ച സബ്ജക്റ്റുകളൊക്കെ ഫുൾ A+ലോട്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞ നമ്മൾ കേസ്. ഇത് മൂന്നാമത്തെ ചാൻസിൽ ഇവര് കണ്ടോ, നിങ്ങൾ ഇതിനകത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോഴേ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചാൻസ് കാണിക്കും. പിന്നെ നിങ്ങൾ സേ എഴുതിയാൽ എത്രാമത്തെ തവണയാണ് നമ്പർ ഓഫ് ചാൻസ് 1, 2, 3 അങ്ങനെ കാണിക്കും. അപ്പൊ ഇത് മൂന്നാമത്തെ ചാൻസിലാണ് ഇവരെന്തായത് നമ്മളെ കുറിച്ച് അറിയുന്നതും നമ്മുടെ അടുത്ത് വന്ന് ജോയിൻ ആവുന്നതും. അങ്ങനെ ആദ്യം ഫെയിലായി, വീണ്ടും ഫെയിലായി, പിന്നെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി. അങ്ങനെ ബയോളജിയും മാത്സും ആയിരുന്നു അവർക്ക് പോയിട്ടുണ്ടായിരുന്നു. രണ്ടും അവരെന്തായി പാസ്സായി. മാത്സ് ബയോളജി അതിനകത്ത് പ്ലസ് 1-ലായിരുന്നു പോയത്. അങ്ങനെ ഈ ഒരു കേസ് ആണെങ്കിൽ ബയോളജി ഇവര് ഇനി ഞാൻ കാണിക്കുന്നതൊക്കെ 3 തവണ 2 തവണ ഫെയിലായി, മൂന്നാമത്തെ തവണ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി പാസ്സായ കേസുകളാണ്. അപ്പൊ ഇവരൊക്കെ ബിലോ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ്. എന്നിട്ട് പോലും അവര് അതിനകത്ത് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ ബയോളജിയിൽ അതിനകത്ത് അവർ പാസ്സായി. ഈ ഒരു കേസ് ബയോളജിയിലൊക്കെ നല്ല മാർക്ക്, 30-ന് മുകളിൽ മാർക്ക്. ഇപ്പൊ പ്ലസ് 1-ന്റെ റിസൾട്ട് വന്നതോട് അപ്പം തന്നെ അവർ പാസ്സായി. ഇവർ പ്ലസ് 2 എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം പ്ലസ് 2-ൽ ഇനിയിപ്പോ 5 മാർക്കാണെങ്കിൽ ഇവർ പാസ്സായി. പിന്നെ ഈ ഒരു കേസ് ടോട്ടൽ 36-ലോട്ടൊക്കെ, അതായത് മൂന്നാമത്തെ ചാൻസിൽ കണ്ടോ നിങ്ങൾ 36-ലോട്ടൊക്കെ എത്തിയത് ബിലോ ആവറേജ് നിൽക്കുന്ന സ്റ്റുഡൻസിനാണ് ഓർക്കണം. അതുപോലെ ഈ ഒരു കേസ് അതിനകത്ത് കെമിസ്ട്രിയിൽ അങ്ങനെ. അപ്പൊ ഞാൻ ഇനി റിവാലുവേഷൻ, അപ്പൊ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 77 36 70 70 45. അപ്പൊ നിങ്ങൾക്ക് വളരെ എന്താ പറയാ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ അത്രയും സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം: 77 36 70 70 45. അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ ആ നമ്പർ, അതുപോലെ നമ്മുടെ ഒരു ഇംപ്രൂവ്മെന്റ് സേവുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ അതിനകത്ത് സ്ട്രാറ്റജീസ്, കാര്യങ്ങൾ, മാർക്ക് കുറവുള്ളവർ എങ്ങനെ പഠിക്കണം എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും ഫ്രീ ആയിട്ടും. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. നിങ്ങൾ അതിനകത്ത് ജോയിൻ ആയിക്കോളൂ, നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ ഇതിനകത്തെ റീവാലുവേഷന്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം വന്നത്, അന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്തത് എന്താണെന്നറിയാം? മെയ് 5-ന്. ഏകദേശം ഇപ്പൊ നമ്മുടെ റിസൾട്ട് വന്ന ഒരു സമയത്ത് തന്നെ ഇപ്പൊ മെയ് 8-നല്ലേ വന്നത്. അതുപോലെ മെയ് 5-നാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നത്. മെയ് 5-ന് റിസൾട്ട് വന്നിട്ടും റീവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ട് റീവാലുവേഷൻ റിസൾട്ട് വന്നത് 22 ജൂണിനാണ്. അപ്പൊ എത്ര സമയം വന്നു അതിനകത്ത് നോക്കൂ നിങ്ങൾ. മെയ് 5 കഴിഞ്ഞിട്ട് പിന്നെ ജൂൺ 5, ഒരു മാസം കഴിഞ്ഞു. പിന്നെ ജൂൺ 15, ഒരു മാസം 10 ദിവസം, ഒരു മാസം 10, അതായത് 45 ദിവസം എടുത്തിട്ടാണ് റീവാലുവേഷന്റെ റിസൾട്ട് വന്നത് നോക്കണം. അതായത് സേ എക്സാം സ്റ്റാർട്ട് ചെയ്തത് ജൂൺ 23-നായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ റിസൾട്ട് വന്നതിന്റെ തൊട്ട് മുന്നേ ഉള്ള ദിവസം. കാരണം പ്ലസ് 1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് മെയ് 5-ന് വന്നിരുന്നു. അപ്പൊ ഇത്തവണ പ്ലസ് 1 ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് മെയ് 8-നാണ് വന്നത്. ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നത് മെയ് 8-നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിസൾട്ട് മിക്കവാറും നിങ്ങളെ സേ എക്സാമിന് തൊട്ട് ഒരു ദിവസം മുമ്പാണ് കഴിഞ്ഞ വർഷം വന്നതെങ്കിൽ അടുത്ത ഈ വർഷം ചിലപ്പോൾ എന്ത് ചെയ്യാം, സേ എക്സാമിന് മുന്നേ വരാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ നിങ്ങൾ എന്തായാലും പ്ലസ് 2 ഇംപ്രൂവ്മെന്റിന്റെ റീവാലുവേഷൻ മാർക്ക് എന്ത് ചെയ്യണ്ട, കാത്ത് നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് കുറവാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. കാരണം ഇത് സേ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിന്റെ റിസൾട്ട് വരിക. കാരണം ഇത്തവണ മെയ് 8-നാണ് റിസൾട്ട് വന്നത്. കഴിഞ്ഞ തവണ മെയ് 5-ന് വന്നിട്ട് ജൂൺ 22-ന് റിസൾട്ട് വന്നു. അപ്പൊ ഇത്തവണ മെയ് 8-നാണ്. അതുകൊണ്ട് തന്നെ ജൂൺ 22-ന് ഇപ്പൊ വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജൂൺ 23 ആകുമ്പോൾ സേ തുടങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ്. പിന്നെ ഇത് 2025-ലെ കാര്യങ്ങളാണ്. ഇനി മാർക്ക് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്ക് കൂടുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്ക് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടാറുണ്ട്. കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, റിസൾട്ട് വന്നിട്ട് പിന്നെ സേഡ് റിസൾട്ട് വരാൻ ഒത്തിരി സമയം എടുക്കും. അപ്പൊ അതിന്റെ മുന്നേ എന്തായാലും ഇംപ്രൂവ്മെന്റ് റിവാലുവേഷൻ റിസൾട്ട് വരും. നിങ്ങൾക്ക് മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ, അത് വെച്ചിട്ട് പാസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ സേഡിനെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പാസ് ആയല്ലോ. പാസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇപ്പം ഇംപ്രൂവ്മെന്റിന് ഇപ്പോൾ 2 മാർക്ക് കൂടി എന്ന് വിചാരിക്കും. ബാക്കിയുള്ള മാർക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സൈഡ് എടുത്താൽ മതി.
അപ്പൊ ഇമ്പ്രൂവ്മെന്റിന് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മാർക്ക് കൂടുമോ എന്ന് ചോദിച്ചാൽ കൂടാറുണ്ട്. 1 2 ഒക്കെ മാർക്കുകൾ, 3 ഒക്കെ മാർക്കുകൾ കൂടാറുണ്ട്. ചിലപ്പം എന്ത് ചെയ്യാറുണ്ട്, 60 മാർക്കുള്ള സബ്ജക്റ്റിൽ 6 മാർക്കിന് മുകളിൽ കൂടിയ കേസുകളുണ്ട്. അതുപോലെ ഇപ്പം എന്താ പറയാ 80 മാർക്കിന് 8 മാർക്കിന് കൂടുതൽ, അതായത് 10% കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയ കേസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് എന്ത് ചെയ്തു, പൈസ തിരിച്ചു കിട്ടും, റീഫണ്ട്. നിങ്ങളിപ്പോ 500 എന്തോ കൊടുക്കണമല്ലോ. അപ്പൊ അതിനകത്ത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനകത്ത് തിരിച്ചു കിട്ടും. അപ്പൊ അതാണ്. അപ്പൊ 6 മാർക്കിൽ കൂടുതൽ കൂടിയാൽ ചിലപ്പോൾ അങ്ങനെ കൂടാറുണ്ട്, നല്ല വ്യത്യാസം വരാറുണ്ട് ചില കേസുകളിലൊക്കെ. പക്ഷെ ചിലപ്പം സെയിം മാർക്ക് തന്നെ നിൽക്കും, ചിലപ്പോൾ 1 2 ഒക്കെ കൂടാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കാം. അങ്ങനെ കൂടിക്കഴിഞ്ഞാലേ ബാക്കി പിന്നെ നിങ്ങൾക്ക് ആ കുറവ്, ഇപ്പം കുറവുള്ള മാർക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ സെയിൽ എടുത്താൽ മതിയല്ലോ. അപ്പൊ 2 മാർക്ക് കൂടി കഴിഞ്ഞാൽ, ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് 14 മാർക്ക് ഉണ്ട്, ഇനി 2 മാർക്ക് കൂടി 16 അപ്പൊ റിവാലുവേഷൻ കൊടുക്കും 16 എന്ന് വിചാരിക്കും. അപ്പൊ +2 ബാക്കി 20 എടുത്താൽ മതിയല്ലോ. നേരത്തെ ആയിരുന്നെങ്കിൽ 22 എടുക്കണ്ടേ 14 വെച്ചിട്ട് നോക്കുമ്പോൾ. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ബാച്ച് ജോയിൻ ആയി അടിപൊളിയായിട്ട് ഇപ്പം തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചസ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ടഡ് ആയിട്ടോ. 77 36 70 70 45 നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.